ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മുട്ട ചമ്മന്തിയാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. നമുക്ക് എല്ലാത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അതുപോലെ തന്നെ കഞ്ഞിക്കും ചോറിനൊക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ചൂട് ചോറിനൊപ്പം കൂട്ടാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. അതെങ്ങനെ ചെയ്യുന്നതെന്നും ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. മുട്ടച്ചമ്മന്തിക്ക് വേണ്ട സാധനങ്ങൾ: അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 5 വലിയ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ തേങ്ങ എല്ലാം കൂടെ മാറ്റി കൊടുക്കാം. തേങ്ങ ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, പിന്നെ ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു ചമ്മന്തി പരുവത്തിലായിട്ട് അരച്ചെടുക്കുക. അപ്പം ഞാൻ ആ ചമ്മന്തി നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. തേങ്ങയും ഉള്ളി ഉപ്പൊക്കെ കൂടി ഇട്ട് ചമ്മന്തി നന്നായിട്ട് അരച്ചുകൊണ്ട് വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്, അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് തീരെ ചെറിയ തക്കാളി ആയതുകൊണ്ട് 2 തക്കാളി, വലിയ തക്കാളിയാണ് 1 തക്കാളി എടുത്താൽ മതിയാവും. അതുപോലെ തന്നെ 2 മുട്ട പൊട്ടിച്ചിവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും കൂടെ ഇതിനായിട്ട് എടുത്തിട്ടുണ്ട്. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓണാക്കി ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുന്ന നേരത്തേക്ക് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് ആവശ്യമായി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചമ്മന്തിക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ ഫ്ലെയിം കുറച്ചിട്ട് തക്കാളി ഒന്ന് വഴന്ന് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റുക. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ പോകോളം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ ചമ്മന്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തിയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഈ തക്കാളിയൊക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇതിൻ്റെയൊക്കെ വെള്ളമൊന്ന് നന്നായിട്ട് വലിഞ്ഞു വരുവോളം നമുക്ക് മിക്സ് ചെയ്യാം. വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമ്മളിങ്ങനെ സൈഡിലൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് ഈ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മുട്ട ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പെട്ടെന്ന് ഇത് മിക്സ് ചെയ്യരുത്. മുട്ട ഒന്ന് റെഡിയായി വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒരു 1 സെക്കൻഡ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുക. മുട്ടയൊന്ന് ഒന്ന് റെഡിയായി വരട്ടെ. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. നമുക്ക് നല്ല ചൂട് ചോറിനൊപ്പവും അതുപോലെ തന്നെ കഞ്ഞിക്കൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടൊരു ചമ്മന്തിയാണ്. അതുപോലെ തന്നെ
ചപ്പാത്തിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ചപ്പാത്തിക്കൊരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് ഈ മുട്ട ചമ്മന്തി. ഇപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മുട്ടയൊക്കെ ഒന്ന് വെള്ളം വലിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ മുട്ട മാത്രം ഇനി ഇളക്കുക. മുട്ട മാത്രം ഇളക്കി ഒന്ന് ചിക്കി ഇങ്ങനെ പീസാക്കി മാറ്റുക. ചമ്മന്തി പല സൈസ് ഉണ്ട്. എല്ലാ മാങ്ങാ ചമ്മന്തിയും തേങ്ങാ ചമ്മന്തിയും അങ്ങനെ ഒത്തിരി സൈസ് ചമ്മന്തികൾ നമ്മൾ കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ മുട്ട ചമ്മന്തി ഒരു വെറൈറ്റി ചമ്മന്തിയാണ്. ചിക്കി എല്ലാം കൂടെ മിക്സാക്കുക. നല്ല ഡ്രൈ ആകോളം നമുക്കിത് ചിക്കി എടുക്കണം. ഈ സമയത്തേക്ക് നമുക്ക് കുറച്ച് വേപ്പില എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വേപ്പിലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ ചിക്കി ഫ്രൈ ആക്കി എടുക്കാം. ഉപ്പൊക്കെ മതിയൊന്ന് നോക്കണം. നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു 2 പ്രാവശ്യമായിട്ട്. ആദ്യം മുട്ടയ്ക്കകത്തല്ല, ആദ്യം നമ്മൾ ചമ്മന്തി അരച്ചപ്പോൾ ഉപ്പ് ചേർത്ത്, തക്കാളിയിൽ ഉപ്പ് ചേർത്ത്, അങ്ങനെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അന്നേരം ഇപ്പം ഇനി ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുക കറക്റ്റാണോ. ഇവിടേക്ക് ഉപ്പ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ടച്ചമ്മന്തി റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ താങ്ക്സ്.